ഇപ്പോൾ എ.കെ. ആന്റണി മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് യാത്രികർ എത്തുന്നതിന് മുമ്പ് കൃത്യം 6 മണിക്ക് അദ്ദേഹം യാത്ര ആരംഭിച്ച സ്ഥലത്ത് എത്തിച്ചേർന്നു. മഴയിലും മഞ്ഞിലും വെയിലിലും അദ്ദേഹം യാത്ര ചെയ്തു. ഇന്ത്യ രാജ്യം ഒരുപാട് യാത്രകൾ കണ്ടിട്ടുണ്ട്. തികച്ചും വ്യത്യസ്തമായ ഒരു യാത്ര. അദ്ദേഹം കാൽനടയായി യാത്ര ചെയ്യുക മാത്രമല്ല, വഴുതികളെ കണ്ടവരെ മുഴുവൻ ചേർത്ത് പിടിച്ചു. കുട്ടികളെയും ചെറുപ്പക്കാരെയും വൃദ്ധരെയും കൃഷിക്കാരെയും തൊഴിലാളികളെയും പട്ടികജാതിക്കാരെയും ആദിവാസികളെയും എല്ലാം ചേർത്ത് പിടിച്ചു. അല്ല, വെറും യാത്രയല്ല, കൈവീശിയുള്ള യാത്രയല്ല. വഴിയിൽ കണ്ടവരെല്ലാം ചേർത്ത് പിടിച്ചു. അവരൊരാളായി മാറി. ഇതുപോലൊരു യാത്ര ഇന്ത്യ ആദ്യമായി കാണുകയാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ച് തൻ്റെ യാത്ര കാണാൻ തടിച്ചുകൂടിയ എല്ലാവരെയും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരൊരാളായി മാറി. യാത്ര പൂർത്തിയായപ്പോൾ ഇന്ത്യ ഒരു പുതിയ രാഹുൽ ഗാന്ധിയെ കണ്ടെത്തി. ഒരു പുതിയ രാഹുൽ ഗാന്ധി ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ത്യ ജനങ്ങളുടെ വേദന മനസ്സിലാക്കിയിരിക്കുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനൊരു യാത്ര അവസാനിപ്പിക്കാതെ സാധിക്കുമോ? ഡൽഹിയിലെ കാശ്മീരിലെ തണുനിപ്പിലും അദ്ദേഹം ടീഷർട്ട് ഇട്ട് യാത്ര ചെയ്യുന്നു. അത്ഭുതകരമായ, അതിശയകരമായ അദ്ദേഹത്തിൻ്റെ ആത്മശക്തിയുടെ, ധാർമ്മിക ശക്തിയുടെ ഒരു കരുത്താണ് ഈ യാത്ര. ഭാരത് ജോഡോ യാത്രയെക്കുറിച്ചാണ് എ.കെ. ആന്റണി സംസാരിക്കുന്നത്. ഒരു പുതിയ രാഹുൽ ഗാന്ധി ഉണ്ടായിരിക്കുന്നു, പുതിയൊരു നേതൃത്വം ഉണ്ടായിരിക്കുന്നു.